ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവാണ്. അമ്മുച്ചേച്ചിയും കാണാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് 7:45 ഗിഫ്റ്റ് ഇന്നലെ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം. ഇന്നലെ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ഞാൻ ഇന്നലത്തത് ഒരൊറ്റ വ്ളോഗായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനുള്ള ഒരു ലെങ്ത് ഉണ്ടായിരുന്നില്ല വീഡിയോക്ക്. ഞാൻ പല സമയത്തും വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഇതിന് ശേഷം ചെറുതായിട്ടൊരു ക്ലിപ്പ് കാണിക്കാം. അപ്പോൾ 7:45 നമ്മളുടെ ബസ്. വേണ്ട 7:45 ബസ്. അപ്പോൾ 7:45 ബസ് വന്നിട്ട് 7:45 ബസ് വരും. അപ്പോൾ ആ ബസ്സിന് നമുക്ക് കറക്റ്റ് കയറണം. അത് നേരിട്ടുള്ള ബസ്സാണ് കൊടുങ്ങല്ലൂർക്ക്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. അപ്പം നമുക്ക് നമ്മളുടെ ആ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൻസ് തിങ്സ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. ഈ അൻസ് തിങ്സിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവൻ എന്നോട് പറയാ പേര് മാറ്റാൻ. അൻസ് തിങ്സ് എന്നല്ല, അഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് അഞ്ജന. തിങ്സ് അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ പേര്. എനിക്കിപ്പൊ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് മുടി കെട്ടിയത് അങ്ങനെ ഒരു തൃപ്തി വരാത്ത പോലെയുണ്ട്. മുടി കെട്ടിയത് കുഴപ്പമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇവിടെയും പോകട്ടോ. കോളേജിലോട്ട് പോകും, ഹോസ്റ്റലിലോട്ട് ഞാൻ പോകും ഉച്ചയ്ക്ക് ശേഷം. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ അതെ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് കടയിൽ പോകാം കേട്ടോ. ഡ്രസ്സ് എടുക്കാനുണ്ട്, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് കടയിൽ പോകണം. ഉച്ച കഴിയുമ്പോഴേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. ഒരു 12:30 1 മണി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 2:30 ആയി. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാം. കാരണം ഡ്രസ്സ് എടുക്കാനാണ്. എന്തെങ്കിലും 1 ജോഡിയോ 2 ജോഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണല്ലോ. അതുകൊണ്ട് അത്യാവശ്യം ടൈം വേണം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ പോവാണ്. ഇല്ല കുഴപ്പമില്ല. അപ്പോഴത്തേ ചക്കര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അപ്പം ഞാൻ ഇനി റെഡി ആവണം. പിന്നെ ഇന്ന് വേറൊരു പരിപാടി നടക്കുന്നുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ടും ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അത് പറയട്ടെ ചക്കര, ഇപ്പം പറയാല്ലേ? അല്ലെങ്കിൽ ഇപ്പം പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് അവൻ പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോലും മറന്നിട്ടുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു വ്യവസ്ഥിതി അല്ലല്ലോ, ഒരു പണ്ട് മുതലേ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ ഒന്നും അങ്ങനെ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ചെന്നപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചത്. ആ ഒരു ഞാൻ മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. അക്കുവും പാറും എല്ലാവരും കൂടിയൊക്കെ എനിക്ക് എന്താ പറയുക, സർപ്രൈസായിട്ട് എല്ലാവരും, ഉണ്ണിമോളും അങ്ങനെ എല്ലാവരും കൂടി എനിക്ക് സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിച്ച് അവർ മുറിച്ചു. അതെ, എന്നെക്കൊണ്ട് മുറിപ്പിച്ചു. നല്ലൊരു രസമായിരുന്നു. അതിൻ്റെ ചില ക്ലിപ്സൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും ഇങ്ങനെ പറയണല്ലേ, പിന്നെ ആഡ് ചെയ്യാം. എൻ്റെ അവസാനം എന്നെ അവരിങ്ങനെ പൗഡറൊക്കെ ഇടിപ്പിച്ച് കണ്ണൊക്കെ എഴുതി ഇവിടെ മറുകൊക്കെ കുത്തി ഒരുമാതിരിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഫസ്റ്റ് ടൈമാണ് കേക്ക് മുറിക്കുന്നതും എൻ്റെ 18ാമത്തെ വയസ്സിലെ പിറന്നാളിന്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊരു ഹിൻറ്റ് പോലും തന്നില്ല. നമുക്ക് ചില സർപ്രൈസൊക്കെ നമുക്ക് മനസ്സിലാവില്ല, അതെന്തായാലും കേക്ക് മുറിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചതും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു മെമ്മറിയാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ കുഞ്ഞൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല അവൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുറിക്കുന്നത്. ഇപ്പോൾ വരുമ്പോൾ എന്തായാലും അറിയും. കാരണം ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവനറിയും. പക്ഷേ ഇവിടെ നിന്ന് പോയപ്പോൾ പുള്ളിക്കാരൻ്റെ ദിവസമാണ് എന്നൊക്കെ മറന്നിട്ടാണ് പോയത്. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണം. നമ്മളിവിടെയുള്ള പിള്ളേരൊക്കെ വിളിക്കണം. അതായത് ഇവിടെയുള്ള നമ്മുടെ പൊന്നും നന്ദനെ എല്ലാവരെയും വിളിച്ചിട്ട് അവന് സർപ്രൈസായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. അതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബർത്ത്ഡേ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നുള്ളത്. അത് വലിയൊരു മിസ്റ്റേക്കായിട്ട് അല്ലെങ്കിൽ കുറ്റമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മളുടെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചേഞ്ചസ് വരുമല്ലോ. അതുപോലെ ഓരോ ചേഞ്ചസ് ഇനിയും വരുമായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ഏതൊരു ആഘോഷത്തിനൊക്കെ എനിക്ക് പ്രാധാന്യമുണ്ട്. എനിക്ക് അത് ആഘോഷിക്കണം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ആയിരിക്കുള്ളൂ നമുക്കൊരു മെമ്മറി ആയിട്ട് പിന്നീട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ആ ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ബേക്കറിയിൽ അച്ഛൻ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ,
ഓ ഈ കാറിലൊക്കെ ആരെങ്കിലും ഉണ്ടാവോ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് വർത്താനം പറഞ്ഞിട്ട് പോണേ ഇവർ. അപ്പോൾ എന്തെന്നാണ് കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അച്ഛനത് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സേതു ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറണം, കാരണം അവിടെ ഇന്നലെ നമ്മളുടെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി വരുമല്ലോ, അപ്പോൾ ഒരു ചെപ്പിലാക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചെപ്പ് വാങ്ങിക്കണം, കാരണം നാളെ ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ അമ്മ എനിക്ക് പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അത് കൊടുത്തിട്ട് പോകണം. അപ്പോൾ പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് എനിക്ക് ചേച്ചിയുടെ വീട്ടിലൊന്നും പോയിട്ട് ആ ചെപ്പൊക്കെ എടുത്തിട്ട് വരണം. ചേച്ചി പുതിയ വീടൊക്കെ പെടുത്തു കേട്ടോ, അത് പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ കണ്ടിട്ടില്ല. ഇവള് കണ്ടിട്ടില്ല. 8-ാം തീയതി അവരുടെ എന്താണ് പാർപ്പാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കടയിൽ കയറിയിട്ട് കേക്കും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഈ കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റ പാടുണ്ടല്ലോ. അനിയൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എല്ലാ ദിവസവും ഈവനിങ്ങും, അതായത് സ്കൂൾ വിട്ട് വരുമ്പോഴും പിന്നെ മോർണിംഗും പിന്നെ നൈറ്റും ഒക്കെ എക്സസൈസ് ചെയ്യാറുണ്ട്. അവൻ്റെ ബോഡിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ കേക്ക് അകത്തോട്ട് കയറ്റിയത് കേട്ടോ. ഫസ്റ്റ് കട്ടിലിൻ്റെ അടിയിൽ വെച്ചു കേക്ക്, പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു. ഏകദേശമൊക്കെ ചില സമയത്തൊക്കെ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനം നമ്മൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നിനക്കറിയാൻ പാടാന്നില്ല. ഞാൻ കുഞ്ഞിൻ്റെ നിന്ന് കുറച്ച് എക്സ്പ്രഷനൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷേ അവൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കടയിൽ പോയിട്ട്, ശരിക്കും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി വന്ന വഴിക്ക് അച്ഛൻ ആ കേക്ക് വാങ്ങിച്ചിട്ട് വന്നോ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചാണ്, അല്ലെങ്കിൽ അച്ഛൻ തന്നെ പോയി വാങ്ങിക്കായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനൊരു ഐഡിയ കിട്ടിയത്. കാരണം ഞങ്ങൾ വൈകുന്നുണ്ട്, ഒരു 6 മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. എന്തൊക്കെയോ ഒരു മണമൊക്കെ അവിടെ നിന്നൊക്കെയോ കിട്ടി പുള്ളിക്കാരന്. പക്ഷേ നേരത്തെ ഐഡിയ ഒക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും ആൾ ഹാപ്പി ആയിരുന്നു ആ ദിവസം, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചു, കേക്കും മിഠായി എല്ലാം കഴിച്ചു. പിന്നെ അവന് ഇട്ടേക്കുന്ന ഷർട്ട് അവന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് അവന് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ പരിപാടി എല്ലാം നല്ല ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. കൂടുതലും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു ഓരോരുത്തരെയൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മളുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വ്ളോഗിലോട്ട് പോവാം. ഇതേ ഞങ്ങളിവിടെ 7:45 ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുഞ്ഞിനൊക്കെ ഉറക്കം തോന്നുന്നുണ്ട് കേട്ടോ, കാരണം രാവിലെ എഴുന്നേറ്റുകൊണ്ടായിരിക്കാം. പക്ഷേ അവന് രാവിലെ എഴുന്നേൽക്കുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല, എനിക്കൊക്കെയാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അമ്മുച്ചേച്ചിയും കണ്ണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ കൊടുങ്ങല്ലൂർ അമ്പലം എത്തി. ഇന്ന് നമ്മൾ ഒരു ടെമ്പിൾ ഡേ ആണ് നമ്മളുടെ, അതായത് അമ്പല ദിവസം. അമ്മുച്ചേച്ചി അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോയി. എനിക്കുണ്ടല്ലോ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബുണ്ട്. വിശ്വാസത്തിന് പുറമേ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഞാൻ അതിനാണ് കൂടുതലും പ്രാധാന്യം കൽപ്പിക്കുന്നത് കേട്ടോ. കാരണം നമ്മളുടെ മനസ്സൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ശാന്തമാവും. അവിടുത്തെ സ്മെല്ലും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്നും എനിക്കതുപോലെ തന്നെ ഒരു എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മുമ്പും ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ അവിടെ ചെയ്ത് വെച്ചേക്കുന്ന ഓരോ കലകളില്ലേ, അതായത് ശില്പകലയൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഒന്നും പറയാനില്ല. ഓരോ അമ്പലങ്ങളിലും വ്യത്യസ്തമായ ആർട്ടുകളായിരിക്കുമല്ലേ ഉണ്ടായിരിക്കുക. ഇത് എന്നോട് അമ്മ അമ്മ നേർന്നൊരു നേർച്ചയായിരുന്നു ഇത്. കുരുമുളക് പറ എന്ന് പറയും, ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. അത് അമ്മ എന്നോട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു പറയുണ്ടെന്ന്, അതായത് കുരുമുളക് പറ എന്ന് പറയുന്നതൊക്കെ ഒരു നേർച്ച ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ വഴിപാടുകളുടെ പേരൊക്കെ എഴുതി വെക്കില്ലേ, അതൊക്കെ വായിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ വഴിപാടൊക്കെ ഉണ്ട്. മീൻസ് ഇത് അറിയാവുന്നവർക്ക് ഇത് വ്യത്യസ്തമായിരിക്കില്ല, പക്ഷെ എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് മാത്രം. ഇന്ന് വളരെയധികം തിരക്ക് കുറവായിരുന്നു കേട്ടോ. സാധാരണ ഈ അമ്പലത്തിൽ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. അമ്മുച്ചേച്ചിനോട് പറയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുറ്റത്തൊക്കെയായിരുന്നു ക്യൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് ക്യൂ ഒട്ടും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് അകത്ത് കയറി തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല രീതിക്ക് വിശപ്പുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മൾ ഫോട്ടോയും പറ്റുമെന്നുണ്ടെങ്കിൽ റീലൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ റീലൊന്നും എടുത്തില്ല കേട്ടോ. എടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളിത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ മലര് കഴിച്ചു കേട്ടോ.
എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഞാൻ രാവിലെ വന്നപ്പോൾ ബിസ്ക്കറ്റും ചായയാണ് കേട്ടോ കഴിച്ചത്. എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട്. ഇവരൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കുഞ്ഞനും ഞാനും ബിസ്ക്കറ്റും ചായയും കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു അമ്പലം കണ്ടോ നിങ്ങൾ? ഈ ഒരു അമ്പലക്കുളം കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നി നിറച്ച അമ്പലമാണ് കേട്ടോ. എനിക്കൊരു അമ്പലം പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ചക്കര എന്നോട് പറയണം എന്തിനാണ് പൊട്ടിക്കണത്, അത് അവിടെ വെറുതെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയാണ്, നിൽക്കുമ്പോഴാണല്ലോ അത് ഭംഗി. പക്ഷെ നമുക്ക് ഭംഗിയുള്ള എന്തെങ്കിലും സാധനം കണ്ടാൽ അത് പൊട്ടിക്കണം എന്ന് തോന്നുമല്ലോ, പ്രത്യേകിച്ച് പൂവ്. പക്ഷെ അത് പൊട്ടിക്കാനൊന്നും എന്തായാലും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അത് ഭയങ്കര ദൂരെയാണ്. മീൻ കണ്ടോ, എന്തോരം മീനായിരുന്നു എന്നറിയോ? എനിക്ക് കാലിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചക്കര എന്നോട് പറഞ്ഞത് നമ്മളുടെ കാലിൽ വല്ല മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മീൻ കൊത്താനായിട്ടിട്ട് കൊടുക്കരുതെന്നാണ് പറയാറ് എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞു അവൾ. പക്ഷെ എൻ്റെ കാലിൽ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കാലൊന്നും ഇട്ട് ഇതാക്കിയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ മീനിങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ പോവും. ആമ്പലും കാണാൻ നല്ല ഭംഗിയാണ്. ആ കുളത്തിൻ്റെ അറ്റത്ത് ചുറ്റും ഇങ്ങനെ ആമ്പലാണ്. അങ്ങനെ ഞങ്ങളുണ്ടല്ലോ കതിന പൊട്ടുന്നത് കേട്ട് എന്തോ പറഞ്ഞു നിൽക്കാം കേട്ടോ. കതിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ അവിടെയൊക്കെ, ഇങ്ങനെ ഗുണ്ട് പോലത്തെ ഒരു സാധനമില്ലേ, ഭയങ്കരമായിട്ട് പൊട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെയാണ് അത് പൊട്ടുന്നത്, നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയതേ നമ്മളിങ്ങനെ ഫുഡ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് നടക്കുന്നതെന്ന് നമുക്കൊരു അറിവില്ല കേട്ടോ. കണ്ണം പോകുന്ന എവിടെയോ അതിൻ്റെ പുറകെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ക്യാൻറ്റീൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ചെന്നു. അവിടെ നിന്ന് നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മു ചേച്ചിയും ഫസ്റ്റ് മസാല ദോശ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഈ അമ്പലങ്ങളുടെ അടുത്തായിട്ടുള്ള ഹോട്ടലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല വില അവർ ഈടാക്കും എന്ത് സാധനത്തിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അമ്മ ചേച്ചി പറഞ്ഞോട് 90 രൂപയാണ് ഒരു മസാല ദോശക്കെന്ന്. ഒരു മസാല ദോശക്ക് 90 രൂപയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കധികം വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു വടയും ഒരു ചായയും കഴിക്കാനുള്ള വിശപ്പേ ഉള്ളൂ. പക്ഷേ ഇവിടെ 60 രൂപയെ മസാല ദോശയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും നല്ല ലാവിഷായിട്ട് മസാല ദോശ കഴിക്കാമെന്ന്. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും കഴിച്ച് വരുമ്പോൾ അത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കുറച്ച് കണ്ണനും അമ്മൂച്ചിയുടെ കുറച്ച് കുഞ്ഞനുമാണ് കേട്ടോ കഴിച്ച് തീർത്തത്. വട ഞാൻ മുഴുവനും കഴിച്ചു. വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് കറക്റ്റ് 10 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്, കാരണം ഞങ്ങൾ വന്നപ്പോൾ 7:45 കൊടുങ്ങല്ലൂർക്ക് നേരിട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്ലാൻ ചെയ്ത് പോയാരണം കിട്ടി. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കറക്റ്റ് 10 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും നേരിട്ട് നമുക്ക് എറണാകുളത്തോട്ടുള്ള ബസ് കിട്ടി കേട്ടോ. അതായത് നേരിട്ടും നമ്മുടെ സ്റ്റോപ്പിലൊക്കെയുള്ള ബസ് കിട്ടി. അങ്ങനെ അമ്മൂച്ചേച്ചിയും കണ്ണനും വാച്ചാക്കലോട്ട് പോവാണ്, അതായത് അവരുടെ വീട്ടിലോട്ട് പോവാണ്. ഇനി ഞാൻ വെക്കേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെക്കേഷന് വേണ്ടി ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടണം എന്നൊക്കെ ഞങ്ങളൊരു പ്ലാനൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. വലുതായിട്ട് ചെയ്താൽ നടക്കില്ലെന്നാണ് ചേച്ചി പറഞ്ഞത്, അതുകൊണ്ട് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് കുറച്ചു നേരം ഇവിടെ കിടന്നു കേട്ടോ. വല്ലാത്തൊരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കിടന്നു. ഇപ്പോൾ 1 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. 2 മണി 2:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പോയി പാക്ക് ചെയ്യട്ടെ. ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവാണ്. വീട്ടിലോട്ട് നിന്ന് എന്തൊക്കെയാണ് നീ പറയണത് അമ്മേ? ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകാൻ പോവാണ്. ഇനി നമുക്ക് ഓണം വെക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഓണം വെക്കേഷൻ ആവും. 15-ാം തീയതിയാണ് ഇപ്രാവശ്യം ഓണം വന്നേക്കണല്ലോ. അപ്പം അതിന് മുമ്പേ നമുക്ക് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പം നമുക്കിനി വീട്ടിലോട്ട് വരാം. അപ്പോൾ സാധനങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല, അധികം സാധനങ്ങളൊന്നുമില്ല, എന്നാലും ഉണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അധികം സാധനങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടാവും. അതാണ് മെയിനായിട്ടും എപ്പോഴും നടക്കാറുള്ളത്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ പോയി പാക്ക് ചെയ്യാം. ഞാനേ അടുക്കളയിലായതുകൊണ്ട് ജസ്റ്റ് ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ലൈറ്റ് ഇടാം. ഓക്കെ, ഇത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അവന്മാർക്ക് വേണ്ടിയിട്ട്. അതായത് അജുവിനും റോഷനിയും മിക്കൂനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത്. പായസം, പാലട പായസം. അപ്പം ഇതും എനിക്ക് പാക്ക് ചെയ്യണം. പിന്നെ എന്തൊക്കെയോ അമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താന്ന് നോക്കട്ടെ. ഇതെന്താ? പരിപ്പ് കറിയാണ്. ഇത് പുട്ടിന്, അമ്മ രാവിലെ പുട്ടിന് ഉണ്ടാക്കിയതായിരിക്കും. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീനുലത്തും ചിക്കൻ കറിയും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇപ്പം അമ്മയും അച്ഛനും കൂടിയും ഒന്ന് പുറത്ത് പോയേക്കാണ്. ആ സമയത്താണ് ഞാൻ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സംഭവത്തിൽ നിന്നും ഞാൻ കുറച്ച് മാറ്റി, കാരണം ഞങ്ങൾക്ക് രാത്രി ഹോസ്റ്റലിൽ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടി. നമുക്ക് ഈ പൊതിച്ചോറ് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വാഴല വെട്ടാൻ പോവാണ്. സത്യം നല്ല വെയില്. നമുക്ക് പൊതിച്ചോറ് വാഴല വെട്ടിക്കോട്ടെ എന്ന് ചോദിക്കാം. അപ്പുറത്തെ വെട്ടി ഞാൻ അജുവിനെയും മിക്കൂനൊക്കെ ആയിട്ട് ഈ വാഴലയിൽ ചോറെടുക്കാം, അതിൽ തന്നെ കറിയിട്ട് പൊതിഞ്ഞ് സെറ്റാക്കി കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കണത്. അല്ലെങ്കിൽ എല്ലാ പാത്രത്തിലെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് വീഡിയോ പാക്ക് ചെയ്യണതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടുന്നില്ല.
ഒന്നാമത് ഞാൻ എൻ്റെ സ്റ്റാൻഡ് എടുത്തില്ല, ആകെയുള്ളൊരു സ്റ്റാൻഡായിരുന്നു, അത് എടുത്തില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ നേരത്ത് കാണാം. ഈ ജീൻസും ഈ ഒരു ടോപ്പാണ് ഞാൻ ഇടാൻ പോണത്. കാരണം എനിക്ക് ചുരിദാറല്ല, ഒരു കുർത്തി ഇട്ടിട്ട് എവിടം വരെ വരാനായിട്ട് തോന്നണില്ല എന്തോ. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടോ, എല്ലാം എടുത്തു വെച്ചു, ഡ്രസ്സൊക്കെ ഇട്ടു, എല്ലാം റെഡിയായി. ഇനി നമുക്ക് 2 സാധനങ്ങളും കൂടി എടുത്തു വെക്കാനുണ്ട്. അത് അമ്മ വന്നിട്ട് വേണം എനിക്ക് എടുത്തു വെക്കാൻ. അമ്മയും അച്ഛനും കൂടിയും ഇവിടെ ഒരു ചടങ്ങുണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതിന് പോയേക്കണത്. എന്താ പൗഡറാണോ? പൗഡർ. ഓക്കെ. അപ്പോൾ ഇതേ നമ്മളുടെ റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി 2 സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട്. അത് അമ്മ വന്നിട്ട് വേണമെന്ന് എടുത്തു വെക്കാനായിട്ട്. അമ്മയും അച്ഛനും കൂടിയും ഇവിടെ അടുത്തൊരു ചടങ്ങിന് പോയേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ 2 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു. 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങാം. അങ്ങനെ നമ്മൾ വീണ്ടും ഹോസ്റ്റലിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. ഇനി നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് കാണാം. ഇനി ഇവിടെ നിന്ന് 4 ബസ് കയറണ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു വെറുപ്പ് തോന്നുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടോ. എൻ്റെ പൊന്നെ, എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഇങ്ങനെ. ഞാൻ എപ്പോഴും ചിന്തിക്കും വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളെന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചൊല്ലി നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറ്റുന്ന വലിയ വിദ്യ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം എനിക്കിഷ്ടമല്ല ഇങ്ങനെ അത്രയും നമ്മൾ ഇരിക്കണ്ടേ. അതായത് ഒരേ സ്ഥലത്ത് നമ്മൾ കണ്ട് മടുത്താണല്ലോ. പറവൂർ, ആലുവ, പെരുമ്പാവൂർ ഇതൊക്കെ കണ്ട് മടുത്തുകൊണ്ട് എനിക്ക് ആ ഒരു യാത്ര എനിക്കിഷ്ടമല്ല. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു യാത്ര എനിക്കിഷ്ടമല്ല. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ പെരുമ്പാവൂർ ഇറങ്ങി എൻ്റെ ഫ്രണ്ട്സിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അവർക്ക് വേണ്ടിയിട്ട് പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ റൂമിലെത്തി. ഇനി നമുക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ റൂമിലെത്തിയിട്ട് ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റൂമിലോട്ട് വന്നത്. പക്ഷേ എനിക്ക് റൂമിൽ ചെല്ലുമ്പോൾ ഒരു മനസ്സംതൃപ്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം എടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. എനിക്ക് എത്ര അവശതയാണെന്നുണ്ടെങ്കിലും എത്ര ശാരീരിക ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്യാതെ പറ്റില്ല. പിന്നെ ഒട്ടും അത്രക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാണ്ട് ഏതെങ്കിലും മൂലയിൽ കിടക്കാറുള്ളൂ. അല്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു വിധത്തിൽ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയം എടുത്തു. ഒരു 2-2.5 മണിക്കൂർ എടുത്താന്ന് തോന്നുന്നു നമ്മൾ എല്ലാം ഒന്ന് ചെയ്ത് തീർത്തത്. എന്തായാലും ചെയ്ത് തീർത്തപ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടിയല്ലോ. അതിനാണ് എനിക്ക് പ്രാധാന്യം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? കാരണം ഇനി വെറുതെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയിപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.